വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ദേഹത്തിന് ചായ കുടിക്കുന്നതിലൂടെ നമുക്ക് ആരോഗ്യത്തിന് എന്തെല്ലാം പ്രശ്നങ്ങളാണ് വരുന്നത് എന്നതിനെ പറ്റി ഒരു ലഘു വീഡിയോ ആണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് നമ്മുടെ സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ 10 മുതൽ 25 ചായ വരെ കുടിക്കുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട്. അവർക്ക് ഈ ഒരു വീഡിയോ ചിലപ്പോൾ ഒരു ഡീമോട്ടിവേറ്റിംഗ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ ആരോഗ്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്ന് ചായ കുടിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചായ എന്ന് പറയുന്നത് മെയിൻ ഉത്ഭവത്തിൽ നോക്കുകയാണെങ്കിൽ അത് ചൈനീസ് സംസ്കാരത്തിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നതായി പറയപ്പെടുന്നത്. ചായ കൊണ്ട് നിറയെ നേട്ടങ്ങളുമുണ്ട്, അതുപോലെ തന്നെ കുറേ ദോഷഫലങ്ങളും ചായയിൽ പിന്നിൽ അടങ്ങിയിരിക്കുന്നു. ചായ കുടിക്കുന്നതിലൂടെ നമുക്ക് ഉത്തേജകം ലഭിക്കുന്നു. അത് തലച്ചോറുകളുടെ ആ ഒരു പ്രവർത്തനം ഒന്ന് ഉത്തേജിപ്പിക്കുന്നത് ചായ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നു. അല്ലെങ്കിൽ ടാനിക് ആസിഡ് എന്ന് പറയുന്നൊരു രാസവസ്തുവാണ് ഈ ചായയിൽ അടങ്ങിയിരിക്കുന്നത്. ചായ പല രീതിയിൽ ആൾക്കാർ കുടിക്കാറുണ്ട്. തിളപ്പിറ്റാറ്റിയ ചായ, പല വെറൈറ്റി ചായകളും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ലഭ്യമാണ്. മിക്ക ആളുകളും ഇപ്പോൾ ചായക്കൊരു അഡിക്റ്റായിട്ട് മാറിയിരിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ ചായയുടെ ഭാരതത്തിൽ ഏകദേശം 3% കഫീൻ അടങ്ങിയിരിക്കുന്നതായി പഠനങ്ങൾ തെളിയിക്കുന്നു. അതുപോലെ തന്നെ ചായയിലെ ദ്രവ്യത്തിന് പോളിഫിനോളുകളുടെ സാന്നിധ്യം വളരെയധികം ഉണ്ടെന്നതായിട്ട് പഠനം കണ്ടെത്തിയിരിക്കുന്നു. ഫ്ലാവിനോയിഡ്സ് എന്നറിയപ്പെടുന്നവയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്ന കുറേ രാസവസ്തുക്കളും ഈ ചായയിൽ അടങ്ങിയിരിക്കുന്നതായിട്ട് പഠനങ്ങളിൽ കണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ ചായ കുടിക്കുന്നത് നല്ല പരിധിയിൽ നമ്മൾ കുറയ്ക്കേണ്ടതാണ്. കാരണം ചായ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഇപ്പം രക്തക്കുറവുള്ള ആൾക്കാർ, രക്തത്തിൽ കുറവായിട്ടുള്ള ആൾക്കാരിൽ ചായ കുടിക്കുന്നത് വളരെയധികം ദോഷം ചെയ്യുന്നു. കാരണം ഈ ഇരുമ്പിൻ്റെ അംശം വയറ്റിൽ നിന്നും അബ്സോർബ് ആക്കുന്നത് ഈ ചായ കുടിക്കുന്നത് തടയുന്നതായിട്ട് പഠനങ്ങൾ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ചായ കുടിക്കുന്നത് ഈ സ്റ്റൊമക്ക് അൾസറേറ്റീവ് പേഷ്യൻസിന് വളരെയധികം നെഗറ്റീവായിട്ടാണ് കണ്ടുവരുന്നത്. കാരണം ചായ ഒരു ഇറിറ്റൻ്റാണ്. അത് ആമാശയത്തിലോട്ട് ചെന്നാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആസിഡിൻ്റെ സെക്രീഷൻ വളരെയധികം കൂടുതലായിട്ട് സെക്രീറ്റ് ആവുന്നു. അതുപോലെ തന്നെ അൾസർ പോലുള്ള കണ്ടീഷൻസ് എലിവേറ്റ് ചെയ്യുന്നു. ചായ കുടിക്കുന്നതിൻ്റെ ദൂഷ്യഫലങ്ങളെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ചായ കുടിക്കുന്നതിലൂടെ നമുക്ക് ഈ കഫീൻ പോലെ അടങ്ങിയിരിക്കുന്ന ഒരു സബ്സ്റ്റൻസാണ് ഈ ചായയിൽ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ചായ കുടിക്കുന്നതിലൂടെ കഫീൻ എന്ന് പറയുന്നൊരു കെമിക്കൽ നമ്മുടെ ദേഹത്ത് അധികമായിട്ട് കൂടുന്നതും അതുപോലെ തന്നെ നിറയെ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. തലവേദന, അസ്വസ്ഥത, ഉറക്ക പ്രശ്നം, അതുപോലെ വയറിളക്കം, ഛർദി, ഹൃദയമിടിപ്പിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ, തലകറക്കം, വിറയൽ തുടങ്ങിയ പല ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. ചെവികളുടെ വിറയൽ, ആശയക്കുഴപ്പങ്ങൾ എന്നിവയും ചായ അമിതമായി കുടിക്കുന്നതിലൂടെ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ പെപ്റ്റിക് അൾസർ പോലുള്ള രോഗാവസ്ഥയിലുള്ള ആളുകൾ മാക്സിമം നമ്മൾ ചായ കുടിക്കാതിരിക്കുന്നതാണ്. അത് ചായയുടെ അളവ് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. ചായ കൊണ്ട് നിറയെ നല്ല ഗുണങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് ചായ കുടിച്ചുണ്ടാകുന്ന പാർശ്വഫലങ്ങളെക്കുറിച്ചാണ് കൂടുതലായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു.